ഭഗവതേ വാസുദേവായ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമൻ നാരായണീയത്തിൻ്റെ 1-ാം ദശകം പഠന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് പാരായണവും ശേഷമുള്ള ഭാഗത്ത് ലളിത വ്യാഖ്യാനവും ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ശ്രദ്ധയോടെ കേട്ട് പാരായണം പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും മഹാത്മ്യം മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ശ്രീമൻ നാരായണീയം 1-ാം ദശകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർദ്ധാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യതച്ചാതിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മലബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം. സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. തത്തേ പ്രദ്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീനിശങ്കലീലാനിലയനമൃതസ്യന്ദസന്തോഹമന്ദ സിഞ്ചിത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുധര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതമചിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം. നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപുരേ രമേരൻ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്ത
തൈരനഭ്യർത്ഥിതാനാഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇദ്ധം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർധിവ്രജോയം കാരുണ്യാത് കാമമന്യം ദതതി ഖലു പരേ സാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീദഭാഗ്യാ ത്വം ചാത്മാ രാമായേവേത്യതുലഗുണഗണ ധാരാശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാധീശ്വരവിനയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീമൻ നാരായണീയത്തിൻ്റെ 1-ാം ദശകം പാരായണ ഭാഗമാണ് വീഡിയോയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടത്. തുടർന്ന് അങ്ങോട്ട് ലളിതമായ ചുരുക്കിയുള്ള വ്യാഖ്യാനമാണ് നമ്മളങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും വിശദമായ വ്യാഖ്യാനം ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ചുരുക്കി വിശദീകരിക്കുകയാണ്. വിശദമായ പഠനത്തിനും ശ്ലോകങ്ങളുടെയും പദാനുപദമർത്ഥങ്ങളുടെയും വിശദമായ പഠനം താൽപ്പര്യമുള്ളവർ താഴെയുള്ള ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും ലൈവ് ക്ലാസ്സിലൂടെ പൂർണ്ണമായ പഠനത്തിന് ശ്രമിക്കുകയും വേണം. പൂർണ്ണമായും സൗജന്യമായ നാരായണീയം ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും താഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ. ഹരേ കൃഷ്ണ. ലളിതമായ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തിലേക്കും അർത്ഥങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം. ശ്രീമൻ നാരായണീയത്തിൻ്റെ 1-ാം ദശകമായ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രാദ്ധര എന്ന വൃത്തത്തിലാണ്. ആരംഭിക്കുന്നത് ഭഗവാന്റെ സാന്ദ്രാനന്ദാവബോധാത്മകമായ വിഗ്രഹത്തെ സ്തുതിച്ചുകൊണ്ടും അത് കാണാൻ ലഭിക്കുന്ന ഭക്തൻ്റെ ഭാഗ്യത്തെ നമിച്ചുകൊണ്ടുമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം, കാലത്തിനും ദേശങ്ങൾക്കും അതീതമായ ഭഗവാന്റെ വിഗ്രഹം, അതിനെ സ്തുതിച്ചുകൊണ്ട് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ 1-ാം ശ്ലോകം അവസാനിപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ദുർലഭ്യമാണ് എന്ന് വിചാരിച്ചിരുന്നത് ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധയധന്യത്, എല്ലാ ഋഷിമാരാലും ദുർലഭ്യമെന്ന് പുകഴ്ത്തപ്പെടുന്ന ഭഗവാന്റെ ആ വിഗ്രഹരൂപം സുലഭമായിട്ട് കരങ്ങൾക്കും ശരീരത്തിനും പ്രാപ്യമാകുന്ന രീതിയിൽ ഗുരുവായൂരിരിക്കുന്നു. അതിനെയാണ് 2-ാം ശ്ലോകത്തിൽ ആ ഭാഗ്യത്തെ തുടർന്ന് മേൽപ്പത്തൂർ സ്തുതിക്കുകയും ഭഗവാന്റെ ഗുണം സാത്വിക ഗുണത്തിനെ 3-ാം ശ്ലോകത്തിലൂടെ പറയുന്നു. 2-3 ഗുണങ്ങളുള്ളതിൽ ഭഗവാൻ സാത്വിക ഗുണപ്രധാനിയാണ് നാരായണൻ. അപ്പോൾ അത്രയധികം സാത്വിക ഗുണപ്രധാനിയായ ഭഗവാൻ വിഗ്രഹരൂപേണ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി ഗുരുവായൂർ വരുന്നതായി പറയുന്നു. തുടർന്ന് പോകുന്ന സമയം 7-ാം ശ്ലോകം എത്തുമ്പോഴത്തേക്ക് വളരെ കഷ്ടമാണ് ഈ സംസാര ലോകത്ത് ഭഗവാന്റെ വിഗ്രഹപ്രാപ്തി, ഭഗവാന്റെ ദർശനപ്രാപ്തി എന്ന് ഞാൻ നേരത്തെ വിചാരിച്ചു വെച്ചിരുന്നു. കഷ്ടാദേ ദൃഷ്ടിചേഷ്ട ബഹുതര ഭവകേതാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു ഭഗവാനെ പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായ കാര്യമാണെന്ന്. എന്നാൽ ഗുരുവായൂരപ്പനെ കണ്ടതിലൂടെ മേൽപ്പത്തൂരിൻ്റെ ആ മനസ്സ് മാറിയല്ല, ഭഗവാനെ പ്രാപിക്കുക, ഭഗവത് ദർശനം ലഭിക്കുക ഇത്ര എളുപ്പമായിരുന്നു എന്ന് അദ്ദേഹം സമാധാനിക്കുന്നു. അങ്ങനെ 10-ാം ശ്ലോകമാകുമ്പോഴത്തേക്ക് ഗുരുവായൂർ കുടികൊള്ളുന്ന മുരാന്തകനായ ഭഗവാനെ
ആ ഭഗവാന്റെ പരമാധിപത്യവും ഗുരുവായൂരപ്പൻ ഈശ്വരന്മാരുടെ എല്ലാം സർവേശ്വരനായ പരമ കാരുണ്യവാനായ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് 10ാം ശ്ലോകം അവസാനിക്കുകയാണ്. ഐശ്വര്യം ശങ്കരാധീശ്വര വിനയമനം വിശ്വതേജോഹരാണാം, സർവ തേജസ്സുകളെയും ഹരിക്കുന്ന മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഭഗവാന്റെ ആ തേജസ്സുറ്റ സ്വരൂപത്തെ സ്തുതിച്ചുകൊണ്ട് 10ാം ശ്ലോകത്തിലൂടെ 1ാം ദശകം അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും 1ാം ദശകത്തിൻ്റെ പാരായണം വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. ചുരുക്കിയുള്ള ശ്ലോകങ്ങളുടെ വിശദീകരണമായിരുന്നു ശേഷം തന്നിരുന്നത്. വിശദമായ പഠനത്തിന് താല്പര്യമുള്ളവർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. പൂർണ്ണമായും സൗജന്യമാണ് നാരായണീയം മുഴുവൻ ക്ലാസ്സുകളും, 100 ദശകങ്ങളുടെയും ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നാരായണീയം പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.